എൻ്റെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോണാണ് ലോകത്തിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് 5G ഫോൺ വിത്ത് IP68 റേറ്റിംഗ്. ചെത്തി ഓണാക്കാൻ പറ്റുന്ന ഫ്ലാഷ് തരുന്ന ഒരേ ഒരു കമ്പനിയായ മോട്ടറോളയുടെ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ മോട്ടറോള എഡ്ജ് 30ഉം എഡ്ജ് 30 പ്രോയും ഓർമ്മയുണ്ടോ? ഇവിടെ വ്യൂ പ്രൊഡക്ട്സിൽ ഞാൻ ആ രണ്ട് പ്രൊഡക്റ്റും കൊടുത്തേക്കാം. അതിന്റെ അടുത്ത വെർഷൻ ആയിട്ടുള്ള മോട്ടോ എഡ്ജ് 40 ആണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഡിവൈസ് ഫ്ലിപ്കാർട്ടിൽ പ്രീ ഓർഡറിൽ വന്നപ്പോൾ തന്നെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നാണ് മോട്ടോ പറയുന്നത്. സംഭവം ഏറെക്കുറെയൊക്കെ ശരിയാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഒരു കാര്യം മോട്ടറോളനെ സമ്മതിക്കണം, മറ്റ് ബ്രാൻഡുകളെ പോലെ എൻവറോൺമെന്റ് സേവ് ചെയ്യാനായിട്ട് ബോക്സിൽ നിന്ന് ചാർജർ എടുത്ത് കളയുന്നതിന് പകരം ബോക്സ് മൊത്തത്തിൽ പ്ലാസ്റ്റിക് ഫ്രീ ആക്കിയാണ് മാറ്റിയിരിക്കുന്നത്. ഒരു തരി പോലും ബോക്സിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ചാർജർ അതേപടി ബോക്സിനകത്ത് ഇരിപ്പുണ്ട്. സോ ഒരു സ്മാർട്ട് ഫോൺ ബോക്സിനകത്ത് എന്തൊക്കെയാണോ വേണ്ടത് ആ സാമഗ്രികളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. ഫോണിന്റെ ഇൻഹാൻഡ് ഫീൽ പറയാതിരിക്കാൻ വയ്യ, വളരെ സീംലെസ് ആണ്. എല്ലാ സൈഡും കർവ്ഡ് ആയതുകൊണ്ട് തന്നെ കൈ പിടിക്കാൻ ഒരു സുഖമുണ്ട്. ഫോണിനകത്ത് ഡ്യുവൽ ക്യാമറ ഉണ്ട്, ഡ്യുവൽ ഫ്ലാഷ് ഉണ്ട്, ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ട്, ഡ്യുവൽ മൈക്രോഫോൺ ഉണ്ട്, ഡ്യുവൽ സിം ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ സിം ഇ സിം ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും ആദ്യമായിട്ടാണ് നമ്മളൊരു ഇ സിം ഒരു സ്മാർട്ട് ഫോണിൽ കാണുന്നത്. ബാക്ക് സൈഡ് PMMA മെറ്റീരിയൽ ആണ്, അക്രിലിക് ഗ്ലാസ്, മാറ്റ് ഫിനിഷ് ആണ്, ഫിംഗർ പ്രിന്റ് വരില്ല, ഭയങ്കര സ്മൂത്ത് ആണ്. സോ ഹാൻഡിൽ വിത്ത് കെയർ. എങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 15 വാട്ട് ഭയങ്കര വലിയ കാര്യമാണ്. ഇത് കൂടാതെ വീഗൻ ലെതറിലും വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളറും ബ്ലാക്ക് കളറും. ആൻഡ് ഫോൺ ജസ്റ്റ് 7.49 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ്, വെറും 167 ഗ്രാം മാത്രമാണ് വെയിറ്റ്. ഫോണിന്റെ ഡിസ്പ്ലേ അമേസിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ 6.55 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള POLED കർവ്ഡ് ഡിസ്പ്ലേ. 144 ഹെർട്സ് ആയതുകൊണ്ട് തന്നെ വെണ്ണ പോലെ സ്മൂത്ത് ആണ്. ആൻഡ് 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസിന്റെ ഡയറക്റ്റ് സൺലൈറ്റിൽ വിസിബിലിറ്റി കൊള്ളാം. ആൻഡ് ഈ സ്മാർട്ട് ഫോൺസിന്റെ ബെസൽസ് നോക്കിയാൽ ഭയങ്കര തിന്നാണ്. ഏകദേശം 92.7% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഈവൻ താഴെയും മുകളിലൊക്കെ ഭയങ്കര കുട്ടി ബെസൽസ്. ഒരൊറ്റ കാര്യം മാത്രം പറയാനുള്ളത്, 144 ഹെർട്സ് ഡെഡിക്കേറ്റഡ് ആയിട്ടിരണം. ഓട്ടോമാറ്റിക് റിഫ്രഷ് റേറ്റിലിട്ടാൽ 120 ഹെർട്സ് വരെ പോകുന്നുള്ളൂ. അത് ഒന്ന് അപ്ഡേറ്റിലൂടെ മാറ്റായിരുന്നു. കർവ്ഡ് ഡിസ്പ്ലേ ആണ്, എഡ്ജ് ഫോണാണ് എന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് എഡ്ജ് ലൈറ്റിംഗ് ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ Dimensity 8020 പ്രോസറാണ്. 6.54 ലക്ഷം AnTuTu സ്കോർ ഉണ്ട്. ഗെയിംസ് ഒക്കെ വളരെ സീംലെസ്ലി സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആസ്ഫാൾട്ട് 8 ഒക്കെ ട്രൈ ചെയ്തു. നോർമൽ യൂസിൽ ഫോണിൽ ഒരു ലാഗും ഇല്ല, ഹിക്കപ്സ് ഇല്ല, ഭയങ്കര സ്മൂത്ത് ആണ്. പ്ലസ് നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഒരു OS കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള മോട്ടോയുടെ ആപ്സ് മാത്രമേ ഉള്ളൂ. ഇതിനെ കൂടെ 8GB LPDDR4X റാമും 256GB UFS 3.1 സ്റ്റോറേജും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പെർഫോമൻസ് വൈസ് യാതൊന്നും പറയാനില്ല. പക്ഷെ ഫോൺ സ്ലിം ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ആകുമോ എന്നുള്ള ടെൻഷൻ എനിക്കും ഉണ്ടായി. പക്ഷെ ഹൈപ്പർ ക്രിസ്റ്റൽ ഗ്രാഫൈറ്റ് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഹീറ്റ് മാനേജ്മെന്റും കൊള്ളാം. അതുപോലെ ഇതൊരു 5G ഫോണാണ്. 14 5G ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് അപ്പേച്ചറുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഹൊറൈസൺ ലോക്കും ലഭിക്കുന്നുണ്ട്. ഫോട്ടോസ് വളരെ ക്രിസ്പ് ആണ്, ഒരു നാച്ചുറൽ കളറാണ് ലഭിക്കുന്നത്. ആൻഡ് HDR നല്ലതാണ്. f1.4 ആയതുകൊണ്ട് തന്നെ ക്ലോസപ്പ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു നാച്ചുറൽ ബൊക്കെ ലഭിക്കുന്നുണ്ട്. വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ്. ഏറ്റവും രസകരമായ കാര്യം, ഇതിനകത്ത് ഹൊറൈസൺ ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ റൊട്ടേറ്റ് ചെയ്താൽ പോലും നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അതേ രൂപത്തിൽ തന്നെ കണ്ടിന്യൂ ആവും. ചെറിയൊരു ക്വാളിറ്റി ഡ്രോപ്പ് ഉണ്ടാവും. സോ ഔട്ട്ഡോർസ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി പോർട്രേറ്റ്സിൽ 3 രീതിക്ക് പോർട്രേറ്റ്സ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫുൾ വ്യൂ ആയിട്ടുള്ള 24 മില്ലിമീറ്ററും, വൈഡ് ആയിട്ടുള്ള 35 മില്ലിമീറ്ററും, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 50 മില്ലിമീറ്ററിലും. പോർട്രേറ്റ്സ് ആർ ഡീസന്റ്, പക്ഷേ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒന്ന് പാളുന്നുണ്ട്. 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറാസിൽ ഫോട്ടോസ് അത്യാവശ്യം കൊള്ളാം, കളേഴ്സും ഒക്കെയാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഇതിനകത്ത് തന്നെ മാക്രോ ക്യാമറ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ അകത്ത് 13 മെഗാ പിക്സലിലെ മാക്രോ ക്യാമറ ഉണ്ട് എന്ന് പറയാം. പ്ലസ് മാക്രോ ക്യാമറയിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും 4K. മുന്നിൽ 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഫോട്ടോസ് അത്യാവശ്യം ഡീസന്റ് ആണ്. പോർട്രേറ്റ് മോഡ്സ് നല്ല രീതിയിൽ എഡ്ജ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷെ ഒരേ ഒരു പ്രശ്നം, മെയിൻ ക്യാമറയിൽ അത്യാവശ്യം ഷട്ടർ ലാഗ് കാണുന്നുണ്ട്. സ്ലിം ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് 4400 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ റിഫ്രഷ് റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് 1 ഡേ ബാറ്ററി ലൈഫ് കിട്ടും. പക്ഷെ 144 ഹെർട്സ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ
ചാർജിനേക്കാളും കുറച്ച് കുറവായിരിക്കും. പക്ഷേ ചാർജ് തീർന്നു പോയാലും 65 വാട്ടിന്റെ PD ചാർജർ ബോക്സിനകത്തുണ്ട്, ഷടേന്ന് ചാർജ് ആവും. അതുപോലെ തന്നെ 15 വാട്ടിന്റെ ഫാസ്റ്റ് വയർലെസ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഡീസെന്റ് ആൻഡ് വെരി ഫാസ്റ്റ് ചാർജിംഗ് ഫോൺ. ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഈവൻ മോട്ടോറോളയുടെ സ്പേഷ്യൽ സൗണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് 2 സ്പീക്കേഴ്സും അത്യാവശ്യം ലൗഡുമാണ്. ഫോണിന്റെ അകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 13 ഉണ്ട്, 2 OS അപ്ഗ്രേഡ്സും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കും. ഈ പ്രാവശ്യം ഇതിനകത്ത് കാസ്റ്റിംഗ് ഫീച്ചർ ആയിട്ടുള്ള റെഡി 4 കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് മോട്ടോറോളയുടെ തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി ഉണ്ട്. ഇതിനകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോണിന്റെ എക്സ്പെക്ടഡ് ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് 30,000 റുപ്പീസ് താഴെയായിരിക്കും. മോസ്റ്റ്ലി ഓഫേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തൊരു 27,000 റുപ്പീസിന്റെ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഫ്ലിപ്കാർട്ടിനകത്തുണ്ട്, ലിങ്ക് താഴെ ഇട്ടേക്കാം. എന്തായാലും ആ ഒരു പ്രൈസ് പോയിന്റിൽ എന്താ പറയുക, വളരെ ഡീസൻ്റ് ആയിട്ട് എന്താ പറയുക, ഒരു ഓൾറൗണ്ടർ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു മോട്ടോറോളയുടെ മോട്ടോ എഡ്ജ് 14. സോ അത്ര ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പാണ് ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തുറച്ചല്ല ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.